എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും ഈസിയിലെ ലാവണ്യ എന്തായി ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും ചന്ദനക്കുറിയും ഒരു പുസ്തകവുമായിട്ട് ക്ലാസ്സിൽ വരുന്ന CKSP സാറിനെയാണ് ഓർമ്മ വരുന്നത്. CK സുബ്രഹ്മണ്യ പ്രസാദ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് പഠിപ്പിച്ച സാറ്. ഫസ്റ്റ് ഇയർ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഒരു അങ്കലാപ്പോടെയാണ് വരുന്നത്. പക്ഷെ സാറിൻ്റെ വളരെ നിസ്സാരമായും വളരെ സിമ്പിളായിട്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്സ് അങ്ങനെ ഞങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റായി മാറി. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ഹായ് ഓൾ. ഇരട്ടപ്പേര് എനിക്കും ഉണ്ടായിരുന്നു ഒന്ന്. പാണ്ഡി വാസ് ആൻ ഓബ്വിയസ് ചോയ്സ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പേരും കൂടെ വന്നു. അത് വന്നതിന്റെ കഥ നല്ല രസമാണ്. നമ്മുടെ ഗാമ ടീംസ് കൂടെ ഉണ്ടായിരുന്ന ചാക്കു, നൌഷാദ്, ലക്ഷദ്വീപിലെ ആദ്യത്തെ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, അവരെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് അടിച്ചു. നമ്മുടെ കോളേജ് പോലീസുകാർ പൂട്ടിയപ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ തമിഴ്നാട്ടിലേക്ക് വിട്ട് ഏതോ ഒരു കുഗ്രാമത്തിൽ പോയി. അവിടെ രാവിലെ ഇഡ്ലി സാമ്പാർ, ഉച്ചക്ക് സാമ്പാർ സാദം, വൈകുന്നേരം വട സാമ്പാർ, രാത്രി ദോശ സാമ്പാർ. ഇതെല്ലാം മടുത്ത് തിരിച്ചു വന്ന് എനിക്ക് കിട്ടിയ പേരാണ് സാമ്പാർ. ഓക്കെ, സോ ഇറ്റ് വാസ് ഫൺ. വാട്ട് യു കോൾ, സ്റ്റിൽ പീപ്പിൾ റിമെമ്പർ യുവർ നിക് നെയിംസ് ഓൺലി. അങ്ങനെയാണ് നമ്മൾ പലരെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. അവരുടെ ഒറിജിനൽ പേര് പോലും ഇപ്പോഴും ചിലവരുടെ പേര് അറിയില്ല. സോ ഇറ്റ് വാസ് ഫൺ ടൈം. ഹോപ്പ് യു ഓൾ ഹാഡ് വൺ. താങ്ക് യു. ഹായ്, 26 വർഷമായി. തലമുടി നരച്ചു, BP, ബോർഡർ ലൈൻ ഷുഗർ, അതിൻ്റെ കൂട്ടത്തിൽ സന്ധിവേദന, മുട്ടുവേദന, നടുവേദന, എല്ലാ വേദനകളും. പിന്നെ എല്ലാ ഓൾട്ടർനേറ്റീവ് ബോസുമായിട്ട് അടി. അത് കഴിഞ്ഞ ഉടനെ മീശാനുമായിട്ട് വീട്ടിൽ വന്നാൽ വേറെ അടി. കുട്ടിയെ പഠിപ്പിക്കാൻ നേരത്തെ അത് വേറൊരടി. സോ ഇത്രയും വാറാണ്. ഓക്കെ, ഡേയ്സ് ലൈക്ക് വൺ അടി ഡേ. ഇതിനിടയിൽ എങ്ങനെയാണ് എൻ്റെ കോളേജ് ഫ്രണ്ട്ഷിപ്സ് എന്നെ ഷേപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, യുനോ, ഒരു തെറപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിനോ അല്ലെങ്കിൽ ഒരു സെഷനോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ എന്നെ എൻ്റെ കോളേജ് ഫ്രണ്ട്ഷിപ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, എന്താ പറയുക, ജോക്സ് അപ്പാർട്ട്, കോളേജ് ഫ്രണ്ട്ഷിപ്സ് വന്നിട്ട് പിന്നെ ഐ ഹാവ് സീൻ ദം ലവിങ് ഈച്ച് അതർ and being there for each other during the toughest times. And more than that, I've seen them providing a safe space for each other so that all of us could explore in that space and grow together. Okay, so എന്നെ എന്തൊക്കെയാണ് വേറെ അവർ എന്നെ ഈ ഫ്രണ്ട്ഷിപ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, I have learned from them not to take life too seriously and always stay young at heart. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങൾ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. സോ ഹാൻഡിൽ ഇറ്റ് ഗ്രേസ്ഫുള്ളി, മൂവ് ഓൺ ആൻഡ് be happy. And there is no point judging people in life, because everyone has their own reasons, right, to be the way they are. So accept people the way they are and move on. So ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളത് through friends ആണ്. So, and I think college friendships have always helped me stay grounded, be joyful, and I'm really grateful for those friendships. They have been in my life before when life started getting complicated. So see you all soon. Bye bye. So one song that takes me instantly back to the college days is Hey ke zara 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 jo bhi ho so ho hame pyar ka hua zara फिर चाहे जो
ഈ സോങ് നമ്മൾ ഹരിശിവയിൽ ബെൻസന്റെ റൂമിൽ സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന ഒരു സോങ്ങാണ്. സോ യു ഗൈസ് ഗെസ് ദ മൂവി. ഹലോ, ഞാൻ ഏറ്റവും കൂടുതൽ കോളേജിൽ റിലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊമെന്റ് വുഡ് ഡെഫിനറ്റ്ലി ബി ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ കോളേജിലെ ബാക്കിലെ മൗണ്ടനിൽ ചെയ്ത ട്രെക്കാണ്. വൺ ഫൈൻ ആഫ്റ്റർനൂൺ ഞങ്ങളൊരു ഐ തിങ്ക് 12 of us ഞങ്ങളുടെ ബാഗ്സ് എല്ലാം പാക്ക് ചെയ്ത് കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ സ്നാക്സ് എല്ലാം എടുത്ത് വി വെൻ ട്രെക്കിംഗ് ഇൻ ദാറ്റ് ഹോട്ട് സൺ. വി വർ തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓർ ഹൗ സേഫ് ഇറ്റ് വാസ്. And we just went trekking. We didn't reach the summit though, but ഇടയ്ക്ക് വെച്ച് എവിടെയോ പൂൾ ഓഫ് വാട്ടർ ഒക്കെ കണ്ടു. ഞങ്ങൾ എല്ലാവരും അതിൽ ചാടി ഇറങ്ങി. വി ഹാഡ് ദ സ്നാക്സ് ആൻഡ് വി ഹാഡ് എ ബോൾ. ആൻഡ് തിരിച്ച് ഇറങ്ങി വൈകിട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ നമ്മുടെ ബോയ്സ് എല്ലാം വെയിറ്റ് ചെയ്യാണ്, ബഞ്ച് ഓഫ് അവർ ഫ്രണ്ട്സ്. ആൻഡ് ദേ വർ ഫയറിംഗ് ആസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, യു നോ വാട്ട് വർ യു തിങ്കിങ് ആൻഡ് ഓൾ ദാറ്റ്. But even at that point, what I was thinking is, no, I don't regret this. I loved it and I would love to do that again. Yes, I would love to do that again. എൻട്രൻസ് കിട്ടിയ ഉടനെ മൊട്ടയടിച്ചോളാന്നൊരു നേർച്ചുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞ ഉടനെ നേരെ പഴനി പോയി മൊട്ടയടിച്ചു വന്നു. ഉടനെ മെമ്മോ വന്നു, അടുത്ത ആഴ്ച ക്ലാസ് തുറക്കുന്ന. അപ്പം നാച്ചുറലി കിട്ടി മുട്ട. ഏതായാലും മോഹനേട്ട എന്നതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ഞാനതിനെ കൂട്ടി സമാധാനിച്ചു. അത് വിളിച്ചുകൊണ്ടിരുന്നവരുടെ തല കാണുമ്പോൾ ഇപ്പം ചെറിയൊരു മനസ്സുഖം. ശരി അപ്പോൾ. എൻ്റെ കോളേജ് ലൈഫിലുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്സ് എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ്, അതായത് എൻ്റെ വ്യക്തി ജീവിതത്തിലായാലും എൻ്റെ പ്രൊഫഷണൽ ലൈഫ്, എൻ്റെ കർമ്മമേഖല അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തായാലും ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു പല ആൾക്കാരുമായിട്ട് ഇടപഴകുക, ആ ഒരു അഡാപ്റ്റബിലിറ്റി, കൊളാബറേറ്റ് ചെയ്യുക, ഡിഫറെൻ്റ് ഐഡിയാസ്, എതിർക്കുന്നത് വന്നിട്ട് മാന്യമായിട്ട് എതിർക്കുക, അടിപിടി കൂടാണ്ട് മോശമായിട്ട് സംസാരിക്കാണ്ട് എതിർക്കുക, അതുപോലെ മാനസികമായിട്ടൊരു സ്ട്രെങ്ത് കിട്ടുക. ഇതൊക്കെ ഞാൻ കോളേജ് ലൈഫിൽ എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും മോശം കാലഘട്ടം, മറ്റാർക്കും ഇല്ലാത്ത ഒരു മോശം കാലഘട്ടം എൻ്റെ കോളേജ് ലൈഫിൽ, എൻ്റെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഏറ്റവും കൂടുതൽ സമാധാനവും തന്നത് ഈ കൂട്ടുകാരാണ്. ആൻഡ് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ ടു സ്റ്റേ ഫോക്കസ് ആൻഡ് ബി പോസിറ്റീവ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കില്ല. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐ എം വെരി പ്രൗഡ്, ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു. നമസ്കാരം. NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റും മേടിച്ച് പുറത്തിറങ്ങി 25 വർഷം കഴിഞ്ഞു. ആ കോളേജിൻ്റെ 4 വർഷം നമ്മൾ കുറേ പലവരുടെയും കരിയർ ഡിഫൈനിങ് മൂമെൻറ്റ്സ് ആണ്. മറ്റു ചിലർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇറങ്ങി. 4 വർഷത്തിനുള്ളിൽ നമ്മൾ കുറേ പുതിയ ഫ്രണ്ട്ഷിപ്സ് നേടി. ചില ഫ്രണ്ട്ഷിപ്സ് ബ്രേക്കായി, ചില ഫ്രണ്ട്ഷിപ്സ് ലാസ്റ്റ് ചെയ്തു, ചില ഫ്രണ്ട്ഷിപ്സ് വളർന്ന റിലേഷൻഷിപ്സായി. പക്ഷേ 25 വർഷം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ റീയൂണിയൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് നേട്ടങ്ങളുണ്ടായി. കുറേ ബ്രേക്കായി പോയ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്സ് എനിക്ക് പുതുക്കാനും കുറേ പുതിയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചു. അപ്പോൾ അതിലെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പലരിലും പല കാരണങ്ങളാൽ ഈ ഇവൻറ്റ് പേഴ്സണലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇവൻറ്റ് ഇസ് നോട്ട് എ കൾമിനേഷൻ ഓഫ് ദോസ് ഫ്രണ്ട്ഷിപ്സ്. ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇവൻറ്റ് മിസ് ചെയ്യുമെങ്കിലും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എല്ലാം ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്സിൻ്റെ ബോണ്ട് ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് സിമെൻറ്റും മണലും
കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ബോൺസ് ഉറപ്പിച്ച് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ അതിൻ്റെ സമയത്തിൻ്റെ സ്ട്രെസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പിച്ച് ശക്തമാക്കി ആസ് എ IC എഞ്ചിനീയർ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഐഡിയലാക്കി കാലിബ്രേറ്റ് ചെയ്ത് ആൻഡ് ആസ് എൻ EC എഞ്ചിനീയർ നമുക്ക് അതിനെ ലോകത്തെ എല്ലാ ഭാഗത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NSS. NSS